പ്രിയ പ്രേക്ഷകരെ, ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രഹ്ലാദ ചരിതമെന്ന 24-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. വിധാതാരം ഘോരം സഖലു തപസിത്വാ ന ചിരതഃ പുരഃസാക്ഷാത് കുറുവൻ സുരനരമൃഗാദ്യൈഹി അനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദന്നിന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. വിധാതാരം ഘോരം സഖലു തപസിത്വാ ന ചിരതഃ പുരഃ സാക്ഷാത് കുറുവൻ സുരനരമൃഗാദ്യൈഹി അനിധനം വരം ലബ്ധ്വാ ദൃപ്തഃ ജഗത് ഇഹ ഭവന്നായകം ഇദം പരിക്ഷുന്ദൻ ഇന്ദ്രാത് അഹരത ദിവം ത്വാം അഗണയൻ. അടുത്തതായി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സഹ ഖലു ന ചിരതഃ വിധാതാരം ഘോരം തപസിത്വാ പുരഃ സാക്ഷാത് കുറുവൻ സുരനരമൃഗാദ്യൈഹി അനിധനം വരം ലബ്ധ്വാ ഭവന്നായകം ഇദം ജഗത് ദൃപ്തഃ പരിക്ഷുന്ദൻ ത്വാം അഗണയൻ ഇന്ദ്രാത് ദിവം അഹരത. അടുത്തതായി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ആ ഹിരണ്യ കശിപുവാവട്ടെ ഭവാനെ വധിക്കുവാനുള്ള വ്യഗ്രത മൂലം ഉടൻ തന്നെ ഘോര തപസ്സിലൂടെ ബ്രഹ്മാവിനെ പ്രത്യക്ഷനാക്കിക്കൊണ്ട് ദേവമനുഷ്യ മൃഗാദികളിൽ നിന്നും തനിക്കൊരിക്കലും മരണം സംഭവിക്കില്ല, മേൽ പറഞ്ഞ ദേവന്മാരാലും മൃഗങ്ങളാലും മനുഷ്യരാലും ഒരിക്കലും വധിക്കപ്പെടില്ല എന്ന അതിശക്തമായ വരം നേടിയിട്ട് ഉടൻ തന്നെ അങ്ങയെ ഭവാനെ അവഗണിച്ചുകൊണ്ട് അങ്ങ് നായകനായ ഈ ജഗത്തിനെ തകർത്തുകൊണ്ട് സ്വർഗലോകത്തിലേക്ക് അതിക്രമിച്ച് കയറി ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇന്ദ്രപദം നേടിയെടുക്കുകയും ചെയ്തു. ഇതാണ് ശ്ലോകത്തിൻ്റെ ആശയം. നമസ്തേ.